ഹലോ ഗായ്സ്, ഇന്ന് അയ്യാൾ വേണ്ട തൊപ്പിയൊക്കെ പോട്ടിട്ട് ഞാനിത് ഐഫോൺ അല്ലേ. മെയിൻ ഉസ്താദ് ഉസ്താദ് പറഞ്ഞ ഫുള്ള് കുണ്ടസ്താദ്. കറക്കണില്ലേ അത്ര വലിയ പരിപാടി ആകെ കാളും. ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ അനദർ വ്ളോഗ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുള്ളത് ഞങ്ങൾ കുറച്ച് പേരായിട്ടാണ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇന്ന് ഞങ്ങളൊരു വലിയ ടീമായിട്ടാണ് ഈ ഒരു ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് എങ്ങനെയുണ്ടാവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോ ഇരുന്ന് കാണണം. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ട്രിപ്പിൽ കുറച്ച് കൂടുതൽ പേരുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും ട്രാവലറിലാണ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ കുക്കിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം. വീട്ടില് ഫാമിലി ഡിസ്കസ് ചെയ്യാനേ പാടില്ലാട്ടാ. അപ്പോൾ വണ്ടിയിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് വേണം നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര രൂപയാവുമെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഹലോ ഗായ്സ്, ഇന്ന് അയ്യാൾ വേണ്ട ഐഫോൺ കൊടുത്തടാ. എപ്പോഴാണ് സാലറി ഇട്ടില്ല? ശരിയോ, ട്രിപ്പ് വന്നിട്ട് ഫോൺ നോക്കി പെമ്പിള്ളാരും ചാറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ല. ഗൈസ്, നമ്മുടെ ചെക്കൻ്റെ ബർത്ത്ഡേ ആണ്. സെലിബ്രേഷന് വേണ്ടി കേക്ക് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി ഞാൻ കേക്ക് കിട്ടിയില്ല. അപ്പുറത്താ ചിപ്സ് വേണ്ട. നീ തന്നെ കേക്ക് ഓടിച്ചിട്ട് നീ തന്നെ മുറിക്കണ്ട. ഗൈസ്, ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് 20 കിലോമീറ്റർ കഴിഞ്ഞില്ല. അപ്പോഴേക്കും എന്താ ഭാര്യനെ വിളിച്ച് സങ്കടം പറയുന്ന ഒരാൾ. ഇതാണ് കുടുംബസ്ഥനായുള്ള അവസ്ഥ. അപ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്ന ഒരുത്തൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കേക്ക് മേടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയാണ്. അപ്പം ചായയും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി വിഷ്വൽസ് നമുക്ക് രാവിലെ കാണാം. അപ്പോൾ ഗൈസ്, ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആകാൻ വേണ്ടി എടുത്ത റൂമാണ്. നമ്മൾ റിസോർട്ടെത്തുമ്പോൾ എന്തായാലും 2 മണിയാവും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഫ്രഷപ്പും ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് തൊപ്പിയൊക്കെ പോട്ടിട്ട് ഞാനിത് അപ്പോൾ ഗൈസ്, ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫസ്റ്റ് വിസിറ്റ് ചെയ്തത് എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയത് ചെറിയ മല, പിന്നെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അടിപൊളിയായിരിക്കും. പിന്നെ ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ച് ഈ ഒരു സ്ഥലത്ത് വരണ്ട. ഇവിടെ ഒടുക്കത്തെ ചൂടാണ്. ചെറിയ ചൂടുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള തണുത്ത കാറ്റൊക്കെ നമുക്ക് കൊണ്ട് നടക്കാം. അടുത്തൊരു സ്ഥലം കൂടി വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല. നമുക്ക് നേരെ റിസോർട്ട് എത്തിയിട്ട് കാണാം.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ട്. ഇതിൻ്റെ ആ മലൻ്റെ എൻഡ് വരെ ഇവിടെ റിസോർട്ടുകൾ അവൈലബിൾ ആണ്. ഞങ്ങൾ ഏറ്റവും താഴെ ആയതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റിസോർട്ട്, പെർ പേഴ്സൺ 900 രൂപ അങ്ങനെ എന്തോ ബഡ്ജറ്റ് വരുന്നുള്ളൂ. ഇവിടെ അത്യാവശ്യം സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ്, കയറുന്ന ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. താഴെയായിട്ട് ഒരു റൂമുണ്ട്. ജസ്റ്റ് ഞാൻ റൂമൊന്നും അടുത്ത് വെച്ച് കാണിച്ചു തരാം. റൂമിൻ്റെ സൈസും ക്ലീനിങ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് റൂം വരുന്നത്. അത്യാവശ്യം ഒരു 6 പേർക്ക് സുഖമായി കിടക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കിച്ചൻ്റെ ഈ സ്റ്റെയറിൻ്റെ സൈഡായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇനി നമുക്ക് സ്റ്റെയർ കയറിയിട്ട് മേലെ ഒരു 2 റൂം കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ റൂമിൻ്റെ വലുപ്പം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് കാണാൻ പറ്റിയ വ്യൂ കിട്ടില്ല കേട്ടോ. വ്യൂ ഒരു രക്ഷയില്ല. നമ്മുടെ മലൻ്റെ കുറച്ച് ടോപ്പിലായതുകൊണ്ട് അത്യാവശ്യം നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും. രാവിലെ ഫോഗൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല വ്യൂ തന്നെയായിരിക്കും. ഇതാണ് അടുത്തൊരു റൂം. ഇവിടെ ഒരു 4 പേർക്ക് കിടക്കാൻ പറ്റും. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുകയെന്ന് വെച്ചാൽ നമുക്ക് താഴെ ബെഡ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് പേരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. ഇത് അടുത്തൊരു റൂം. ഇവിടെയും അതേ സെയിം തന്നെയാണ്. എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ റിസോർട്ടിൻ്റെ കാര്യങ്ങൾ. അത്യാവശ്യം നല്ല നീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ റൂമിലും ടിവിയും കാര്യങ്ങളും സ്വിമ്മിംഗ് പൂളൊക്കെ അടിപൊളിയായിട്ട്, നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ചെയ്യേണ്ട, ആ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത പരിപാടി നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കോൺഫ്ലവറും ഇതൊക്കെ ഇടുന്നു. ഒരു 9 ഫുഡ് ഉണ്ട്. നമ്മൾ മുട്ടൻ്റെ ആളാണല്ലോ പറയും. ഇതെങ്ങനെ കറക്റ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും അതോ എങ്ങനെയാണ്? അപ്പോൾ ഗൈസ് സ്വിമ്മിംഗ് പൂളിലെ അഴിഞ്ഞാട്ടമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഞങ്ങൾ ബിരിയാണിയും കാര്യങ്ങളും ചിക്കൻ കറിയും എല്ലാ സലാഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്കിനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം വേണം നമ്മുടെ ചെക്കൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. അത് കൂട്ടി നമുക്ക് പരിപാടിയിൽ ഉഷാറാക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് നമ്മളെന്തായാലും അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം. നമ്മളൊന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മളെ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാം. അവനാണ് ഞാനല്ലേ, ഞാൻ നിന്റെ സ്പെയ്ക്കർ വാങ്ങിയിട്ടുണ്ട്. പുലി വന്നാൽ നിങ്ങള്
കടിച്ചാൽ മതി പുലി വന്നാൽ നിങ്ങൾ മറ്റേ ഇരുന്നാൽ മതി വീട്ടിലില്ല പുലിമുരുകൻ മോഹൻലാൽ അപ്പോൾ ഗൈസ് ഇന്നലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാവിലെ നേരത്തെ എണീച്ച് നല്ല വ്യൂ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. നമുക്ക് വ്യൂ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വെയിലായിരുന്നു. ഫോഗ് കാര്യങ്ങളൊന്നും കണ്ടില്ല. എപ്പോൾ നോക്കിയാലും ഫോണിലാണ്. സാരി നോക്കിട്ട് നോക്കറാ പെണ്ണിന് കുറച്ച് സമ്മാനം കൊടുക്കടാ. ഇത് അങ്ങനെയല്ല, ഇത് അങ്ങനെയാണ്. അടുത്ത ചപ്പൻ പുതപ്പിന്റെ ഉള്ളിൽ കടന്നിട്ട് ഫോണിൽ സംസാരിക്കും. ഇവനാണ് കിട്ടിയിരിക്കുന്നത്. ഏത് പിടുത്തം ഫോട്ടോ കാണിക്കണ്ട, നടക്കണത് പെണ്ണ് കിട്ടില്ല. പെണ്ണ് കിട്ടില്ല, അതുകൊണ്ട് ഫോട്ടോ കാര്യങ്ങളും കാണിക്കണ്ട. ഹലോ ഗായ്സ്, എല്ലാരും ഷോക്ക് ആയിരിക്കുന്ന ദിവസമാണ് ഇന്നലെ. ദിവസമാണ് ഇന്നലെ. എന്ത് പറ്റാനാണ്? ഒരു ട്രിപ്പ് വന്ന അവിടെ മൊത്തം സീന്. ഞങ്ങളൊക്കെ ഒന്ന് റൗണ്ട് അടിക്കാനൊക്കെ പോയി. പിള്ളേർ മേലെ പോയി. അതാ മേലേക്ക് പോയി പിള്ളേർ. ഞങ്ങളെന്ത് ചെയ്ത് കുറച്ച് നേരം റൗണ്ട് അടിച്ച് ഞങ്ങൾ താഴെ വന്നിരുന്നു. താഴെ വന്ന് നോക്കുന്നു മെയിൻ ഉസ്താദുകളുടെ ഉസ്താദ് പറഞ്ഞ ഫുള്ള് കുണ്ടസ്തമായി. ഞങ്ങൾ ഉള്ളിൽ കയറി കടന്നുറങ്ങി. കുറച്ചു നേരം കടന്നു. ഞമ്മള് കൂട്ടരുണ്ട്, കുറച്ച് സൊള്ളല കൂടുതലാണ്. പേരും കൂടി പറയാം, അറിയുള്ളൂ. അപമാനമാണ് അവന്. അവനെന്ത് ചെയ്ത് അവൻ നെയ്സിൽ പോയിട്ട് ഹീറ്റർ വർക്ക് ചെയ്യാന്ന് വെച്ചെങ്കിൽ നെയ്സിൽ ഹഗ്ഗിങ് കൊടുത്ത് ചന്ദിന് പൊരുത്തം പിടിച്ചിരിക്കും. ആര്? വാച്ച്മാൻ. കാണാല്ലോ ഇവിടെ, അത് തുറന്നിട്ടേലാണ്. അങ്ങനെ നമ്മുടെ ആൾക്ക് പറ്റിയില്ല. ഡോൺ ഉണ്ട്, ഡോൺ ചെറുതായിട്ട് അറിയില്ല. മൂപ്പന് വയറ്റിൽ ചെറുതായിട്ട് പിടിച്ച് അമുക്കുകയും ചെയ്തു. നെയ്സിൽ അറിയാത്ത പോലെ ആള് പോയി ടെൻഷനായി വന്ന് ആള് കണ്ടിട്ട് ഇവിടെ കാണല്ലേ, നേരെ അവിടെ പോയി വാച്ച്മാൻ നല്ല അടി. ഞാൻ രംഗത്തില്ല. പൂളിൽ കളിക്കുന്ന സമയത്ത് നെയ്സിൽ ഇവന് മേലേക്ക് വിളിച്ചിരിക്കുന്നു ചെയ്യാന്നുണ്ട്. ഇവൻ തെണ്ടി പറഞ്ഞിട്ടില്ല എത്ര നേരമായിട്ടും. നാടന്മാരോട് നേരത്തെ പറയണ്ടേ, അപ്പളെ അടിച്ചിട്ടുണ്ടായില്ലേ? പറഞ്ഞില്ല. ഇവനല്ലേ ആദ്യം വിളിച്ചത്. ഇവൻ എന്ത് പറഞ്ഞു നേരത്തെ പറയണ്ടേ? ഇവന് മനസ്സിലായില്ല. എന്താ വെച്ചാൽ ചെറിയ കുട്ടിയല്ലേ, ഇവൻ അറിയില്ല സംഭവം എന്താണെന്ന്. എന്ത് പറയണ, വൈകുന്നേരം ഫുള്ള് അടിയായി പിടിയായി ഒക്കെ മൂഞ്ചി തോന്നും. നമുക്ക് ആളെ കാണാനുമില്ല. അപ്പൊ ഇയാളുടെ കൂട്ടുകാരനാണ് മണിയേട്ടന്റെ. ഇയാളെ ചന്തയിൽ പിടിച്ചിട്ട് പോകും ഞങ്ങൾക്ക് സംശയമുണ്ട്. അത് നോക്ക്. അയ്യോ അത് നോക്ക്. പിള്ളേരുടെ അടുത്തൊക്കെ ഇങ്ങനെ മുട്ടി മുക്കളും മറ്റേത് കിട്ടുമോ മറിച്ച് കിട്ടുമോ എന്നൊക്കെ വരുന്നു. ശ്രദ്ധിക്കുക, ആന്റിൽ ഒരുപാട് അടുക്കണ്ട അല്ലേ? അത് കാണിക്കാനായില്ലേ? സമയായില്ലേ? റെഡി. അപ്പോൾ ഗൈസ് ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും റെഡിയായി താഴെ പോയി. ഞാനിത് റെഡിയായിട്ട് താഴെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്, അത് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഇന്നലത്തെ ചെറിയൊരു ഇൻസിഡൻറ്റിൽ എല്ലാവരും ഷോക്കായിട്ടിരിക്കുകയാണ്. ആരും വിചാരിച്ചില്ല എങ്ങനെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് അടുത്ത സ്പോട്ടിലോട്ട് പോകാനാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. ഇല്ല, ഉള്ളിയുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അടുത്ത സ്പോട്ടിലോട്ട് തിരിക്കാൻ പോണ്. വണ്ടി കാര്യങ്ങളൊക്കെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ഇവിടെ. മണിയേട്ടാ അടുത്ത റൂം എങ്ങനെ ഉണ്ടായിരുന്നു? മണിയേട്ടാ എക്സ്പീരിയൻസ് പറയും. എല്ലാം കൊണ്ടും മോശമായിരുന്നു അല്ലേ? നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഉപകാരമുള്ളത് ശീതറിന് മാത്രമാണ്. അത് ശരിയാണ്. ശ്രീയാ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയും. ആള് കാണാല്ലേ, കണ്ടു പോയിരുന്നു അല്ലേ? ശരി പറയും. ഈ സ്ഥലത്തിന്റെ വാഗമൺ. ഈ റിസോർട്ടിൽ
കുറച്ച് സീനാ കാണാല്ല തുടിക്കെ പ്ലക്കണം. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ലാസ്റ്റ് സ്പോട്ടായ ഒരു അഡ്വഞ്ചർ പാർക്കിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് തിരിക്കും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. അതും ബ്ലോഗടാ എന്താ അഭിപ്രായം പറഞ്ഞിട്ട് പോയി. എങ്ങനെയാണ് അഭിപ്രായം പറയും. എക്സ്പ്ലോർ ചെയ്തല്ലേ, എങ്ങനെയുണ്ട് ഈ സംഭവം? എങ്ങനെയാണ് കുറച്ച് ടൈം കൂടുതലാണ്, സെറ്റാണ്. അന്ന് മെയിൻ ആയിട്ട് കേറാവേണ്ട ആരാ കേറാണ്ടിരുന്നത്? ഇനി പറയും അഭിപ്രായം പറയും. ഇതിൽ പോകണ്ടോ? അതെ ശരി, നമ്മൾ വീഡിയോ എന്തായാലും ലൈവ് തന്നെ വെക്കാട്ടാ. ആരൊക്കെ കേറുന്നു നോക്കാം. രണ്ട് വണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോളി. 2 വണ്ടി ഞാൻ ബുക്കഡായി. ഒരാള് വരുമല്ലോ. ക്യാമറ തന്നിപ്പോ കുഴപ്പമില്ലല്ലോ. ശരി പറയും. 2 പേര് പോയിട്ടുണ്ട്. ഒരാള് കുഴപ്പമില്ല, ഒരുത്തർ പോക്കൊക്കെ എന്താ സ്ഥിതി അറിയില്ല. അവിടെ വെച്ച് തല്ലുമെന്ന് അറിയില്ല. രണ്ടും കൂടെ വിടും. ആശം ചെറുക്കണോ ഈ വീഡിയോ കാണുമ്പോൾ നീ ശ്രദ്ധിച്ചോ. നിന്റെ ആശയം നിന്നെ പറയുമ്പോ നിന്നെ ചിരിച്ചുകൊണ്ടിരിക്കണോ? നീയല്ലേ ഇയാളെ പൊക്കി പറയണ സപ്പോർട്ട് നിൽക്കണോ? ഇതൊന്നും ചെറുക്കണോ? എന്താണ് എടുത്തിട്ടെന്താ കാര്യം? അടുപ്പിച്ചൂലേ? ശ്രീധരനെ പോയി അടുപ്പിച്ചടിക്കുന്നു. അടുപ്പിച്ചില്ലേ? ഇല്ല അടുപ്പിക്കാ ഇവിടുന്ന് അവിടെ ശ്രീധരൻ ഭീഷണിപ്പെടുത്തിട്ട് എനിക്കൊന്ന് അയാളുടെ മേലൊക്കെ ഛർദിക്കുന്നു. ഒന്നിലെ കടിക്കുവാണ് അങ്ങോട്ട് പോയില്ല. പിന്നെ എന്താടാ എന്റെ ഡ്യൂക്ക് പോയി. എന്തൊക്കെ
അവിടെയല്ല ഇവിടെ 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 ആ കറക്കണില്ലേ അത്ര വലിയ പരിപാടി ആകെ കാളും ആ സാധനം അതിന് മേളിൽ കിടന്ന് ആട്ടിയില്ലേ പൊക്കണ്ടാവും ഒരാളുടെ അടുത്ത് മെമ്മറി കാർഡ് മെമ്മറി കാർഡ് മെമ്മറി കാർഡ് മോളിൽ നമുക്ക് നല്ല ഹൈറ്റ് കൊണ്ടുപോയി മെമ്മറി കാർഡ് അപ്പം ചെയ്യാൻ പോണ് ശിശാന്തേട്ടനല്ല ശിശാന്തേട്ടൻ വ്യത്യാസം ആ സാധനം ഓക്കെ സെറ്റ് 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 പരിപാടി പരിപാടി വീണ്ടും വെല്ലുവിളി ആ വെല്ലുവിളി വെക്കാൻ പോയി അപ്പോൾ ഗൈസ് ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിലോട്ട് തിരിക്കാൻ നിൽക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് നന്നായിട്ടൊരു ലാവിഷായിട്ടൊരു ഫുഡ് കഴിക്കണം. അപ്പോൾ നല്ലൊരു ഹോട്ടൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാ ഹോട്ടൽ നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് തൃശ്ശൂരുള്ള ഒത്തിരി ഫേമസ് ആയിട്ടുള്ള അലിബാബ ഹോട്ടലിലാണ്. അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാവർക്കും ഈ ഹോട്ടലിനെ പറ്റി അറിയായിരിക്കാം. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇവിടെ കുറച്ച് വെയിറ്റിംഗ് ടൈം കൂടുതലാണ്. ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഫുഡ് കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് കുറേ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ തന്നു, പുതിയ പുതിയ അനുഭവങ്ങളൊക്കെ തന്നു. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.